ആട്ടിൻ സൂപ്പ് വെച്ച് കഴിഞ്ഞിട്ടുള്ള ആ എല്ല് ഉലർത്തിയത് കഴിച്ചിട്ടുണ്ടോ? സാധാരണ 3 തവണയോളം തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷമുള്ള എല്ലാണ് നമ്മൾ ഉലർത്താനായിട്ട് എടുക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു പിടി ചുവന്നുള്ളി, അതിൻ്റെ പകുതിയോളം വെളുത്തുള്ളി, വേപ്പില, ഉപ്പ് ചേർത്ത് നെയ്യിലോ വെളിച്ചെണ്ണയിലോ വാടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമണം മാറുമ്പോൾ 1/4 കപ്പ് വെള്ളവും ചേർത്ത് ചൂടായി വരുമ്പോൾ സൂപ്പിൻ്റെ എല്ല് ചേർത്ത് തിളക്കണം. തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ ചെറുജീരകപ്പൊടി, 1 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് നമ്മൾ നന്നായിട്ട് വരട്ടി എടുക്കണം. ആടിൻ്റെ ഒരു മുഷിക്ക് മണം പോകാൻ വേണ്ടിയിട്ടാണ് ചെറുജീരകപ്പൊടി ചേർക്കുന്നത്. ഇവിടെ ആടിൻ്റെ ഒരു സെറ്റ് കൈയും ഒരു സെറ്റ് കാലാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കൈകാൽ വേദനയ്ക്കൊക്കെ നമ്മൾ ഈ എല്ലിനകത്തുള്ള മജ്ജ ഇങ്ങനെ കൊട്ടി കൊട്ടി എടുത്ത് നമ്മൾ കഴിക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യും.